ഇന്ന് നമുക്ക് BGMIയിൽ അടുത്ത് വരാൻ പോകുന്ന റോയൽ പാസിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഫുൾ റിവാർഡുകളും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക്. നമുക്ക് ലെവൽ 1 നമുക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്ഫിറ്റാണ് ഇത്. റോയൽ പാസ് എടുക്കുന്നവർക്കാണ്. റോയൽ പാസ് എടുക്കുന്ന ആൾക്കാർ കിട്ടുന്ന ഔട്ട്ഫിറ്റും ഹെഡ്ഗീറുമാണ്. കുഴപ്പമില്ല. പിന്നെ നമുക്ക് ലെവൽ 10 മിനി 40 ഒരു ഗണ്ണ് കിട്ടുന്നുണ്ട്. ഒരു അപ്ഗ്രേഡ് ഗണ്ണ്, പക്ഷെ ഒരു അപ്ഗ്രേഡ് ഗണ്ണല്ല, ഒരു മിനി 40 ഒരു ഗണ്ണ്. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടില്ല, വലിയ വാർത്തയൊന്നുമില്ല. പിന്നെ നമുക്കൊരു ഇമോട്ട് കിട്ടുന്നുണ്ട്. ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇമോട്ടാണ്. RP 15 ഇമോട്ട് കുഴപ്പമില്ല, കൊള്ളാം. പിന്നെ നമുക്കൊരു പ്ലെയിന് കിട്ടുന്നുണ്ട്. പ്ലെയിനും ജസ്റ്റ് കൊള്ളാമെന്നല്ലാതെ വാവ് ഒന്നും പറയാനൊന്നുമില്ല, അടിപൊളി ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ നമുക്ക് ഫുള്ള് മറ്റേ കോയിനുകളും മറ്റേ മറിച്ചൊക്കെയാണ്. പിന്നെ ഒരു ഹെൽമെറ്റ് കിട്ടുന്നുണ്ട്. ഹെൽമെറ്റ് ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ഹെൽമെറ്റ് കുഴപ്പമില്ല കേട്ടോ. ഹെൽമെറ്റ് കാണാൻ രസമുണ്ട്. ഒരു എന്താ പറയുക, ഒരു കുഴപ്പമില്ല, ഒരു വാമ്പിയറിൻ്റെ ലുക്കുള്ള ഹെൽമെറ്റ് പോലത്തെ നല്ല രസമുണ്ട്. ഹെൽമെറ്റ് കാണാൻ രസമുണ്ട്. പിന്നെ നമുക്ക് 25 പിന്നുള്ള 30 ഒരു ഷോട്ട് ഗണ്ണിൻ്റെ ഒരു സ്കിന്നാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അവിടെ ഒരു ഇമോട്ടും ഉണ്ട്. ഇതാണ് ഇമോട്ട്. മെറ്റിക് ഇമോട്ടാണ്. പക്ഷെ മെറ്റിക് ഇമോട്ടിന് ഉള്ള ഒരു വർത്തായ ഒരു ഇമോട്ടല്ല ഇത്. എന്തിനാ അവർ ഇങ്ങനത്തെ ഇമോട്ടൊക്കെ കൊണ്ടുവരേണ്ട ആവശ്യം? തരുമ്പോൾ നല്ല ഇമോട്ട് തന്നൂടെ? ഇവർക്ക് പൈസ കൊടുത്ത് നല്ല ആൾക്കാർ റോയൽ പാസ് എടുക്കുന്നത്. അപ്പം നല്ലൊക്കെ റിവാർഡൊക്കെ തന്നൂടെ? ഒരുമാതിരി മറ്റേടത്തൊരു കോപ്പത്തെ റിവാർഡും തന്നിട്ട് നമ്മളെ പറ്റിക്കാൻ. ഇതാണ് 40 നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്ഫിറ്റ്. ഇതാണ് ഫുൾ സെറ്റ്. ഔട്ട്ഫിറ്റ് കുഴപ്പമില്ലെന്ന് പറയാം. എന്താ പറയുക, നമുക്കൊരു നല്ല ഔട്ട്ഫിറ്റ്. ഇതൊരു വെറൈറ്റി ഇതുവരെ തരാത്തതിലൊരു മോഡൽ ഔട്ട്ഫിറ്റായി തോന്നി എനിക്കിത്. കുഴപ്പമില്ല. പിന്നെ നമുക്ക് കിട്ടാൻ പോകുന്നത് 50 നമുക്ക് കിട്ടുന്നത് ഇതാണ്. നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയുന്ന ഗണ്ണ് എന്ന് വെച്ചാൽ N160 അപ്ഗ്രേഡ് ഗണ്ണ്. നൈസ് ഗണ്ണാണ്, ഒന്നും പറയില്ല. മാക്സ് ലെവൽ പറയുമ്പോൾ ഇതാണ് മാക്സ് ലെവൽ. നമുക്ക് വേണമെങ്കിൽ ലാബിലേക്ക് പോയിട്ടൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഗൈസ് റോയൽ പാസിൽ കിട്ടാൻ പോകുന്ന അപ്ഗ്രേഡ് ഗൺ മിനി 40. അത് അഡ്വാൻസ് ഫോമിലെത്തുമ്പോൾ ഇതാണ് അഡ്വാൻസ് ഫോമിലെത്തുമ്പോൾ എത്തുന്നത്. കിൽ മെസ്സേജും അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നൈസ് കിൽ മെസ്സേജൊക്കെയാണ്. പക്ഷെ ഇത് ആരൊക്കെ യൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ M160 അങ്ങനെ യൂസ് ചെയ്യാറില്ല. വേറെ ഗണ്ണൊന്നും കിട്ടിയില്ലെങ്കിൽ മാത്രമേ M160 യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ നമുക്ക് ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 85 കാർ 90 ഒരു കാർ 90 ഒരു സ്കിൻ കിട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. കാർ 90 അല്ലല്ലോ ഇത്, മോസിൻ ഗണ്ണാണ്. സോറി ഗൈസ്, മോസിൻ നാഗ്റ്റിങ്ങിൻ്റെ ഒരു സ്കിൻ കിട്ടുന്നുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഇതും കിട്ടുന്നുണ്ട്, ഇമോട്ടും കിട്ടുന്നുണ്ട്. ആ മെറ്റിക് ഇമോട്ടായിട്ട് അടിപൊളിയാണ്. ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ ഇമോട്ട് കേട്ടോ, നല്ല ഇമോട്ടാണ്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നമുക്കൊരു ബാഗ് കിട്ടുന്നുണ്ട്. ബാഗും അടിപൊളി എന്ന് പറയാം. നല്ലൊരു നൈസ് ബാക്കിൽ കോടയൊക്കെ ആയിട്ട്. ഇത് നമ്മളെ ഈ ബാക്കിലൊരു കോടയൊക്കെ ആയിട്ടുള്ള ഇത്, കാലം കോട ആയിട്ടുള്ള ഇത് നല്ലൊരു ബാഗ്. കുഴപ്പമില്ല. ഇന്ത്യയുടെ കിട്ടിയെന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി ബാഗ് എന്ന് പറയുന്നത്, ഒരു വെറൈറ്റി ബാഗ്. പിന്നെ നമുക്കൊരു ഇതൊക്കെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് ഇതൊക്കെ, ഓർണമെൻ്റൊക്കെ. പിന്നെ ഒരു അവതാർ കിട്ടുന്നുണ്ട്. പിന്നെ 70 ഫ്രീ RPയിൽ കിട്ടുന്ന ഒരു ഔട്ട്ഫിറ്റാണിത്. ഫ്രീ RPയിലാകുമ്പോൾ കുഴപ്പമില്ല. ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ. 70 നമുക്കൊരു വണ്ടീൻ്റെ സ്കിൻ കിട്ടുന്നുണ്ട്. സ്കൂട്ടറിൻ്റെ സ്കിന്നത്.
നല്ല നൈസ്. ഓ, ഒരു റെഡ് കളറൊക്കെ ആയിട്ട് ഒരു വെറൈറ്റി റെഡ് കളറൊക്കെ ആയിട്ട് നല്ല മുന്നിൽ പൂവിൻ്റെ ചിത്തൊക്കെ വെച്ച് നല്ല അടിപൊളിയാവും വണ്ടി. പക്ഷേ ഈ വണ്ടി ഇതുവരെ ആരും എടുത്ത് പോകണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇത് എപ്പോഴെങ്കിലും യൂസ് ചെയ്യാറുള്ളൂ, എനിക്ക് വേറെ വണ്ടി കിട്ടില്ലെങ്കിൽ മാത്രം. പിന്നെ നമുക്ക് നെക്സ്റ്റ് കിട്ടാൻ പോകുന്ന അവാർഡ് P90 ഒരു ഗണ്ണിൻ്റെ സ്കിൻ കിട്ടുന്നുണ്ട്. അത് ഫ്രീ ആയിട്ടാട്ടോ കിട്ടുന്നത്. എംപയർ എത്തുമ്പോൾ P90 ഒരു ഗണ്ണിൻ്റെ സ്കിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു സ്മോക്ക് അപ്ഗ്രേഡ് ഗണ്ണിൻ്റെ കൂടെ കിട്ടുമ്പോൾ സ്മോക്ക് കിട്ടും. ഒരു സ്മോക്കിൻ്റെ സ്കിന്ന് കുഴപ്പമില്ല. സ്മോക്കിനൊന്നും അങ്ങനെയൊന്നും കിട്ടാറില്ല. സ്മോക്കിനും ഒരു സ്കിന്നൊക്കെ ആയി വന്നു. നല്ല നൈസ് സ്കിന്ന്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ കയ്യിലില്ല സ്മോക്കിൻ്റെ സ്കിന്ന്. ഇത് കിട്ടും, ഇതിലെടുക്കുമ്പോൾ കിട്ടുമല്ലോ. പിന്നെ ഇതാണ് ഗൈസ് എംപയറിൽ എത്തുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു മെറ്റിക് ഇമോട്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പോകുന്നത്. മെറ്റിക്ക് പറയാനുള്ള ഒരു ഇമോട്ടൊന്നും ഇതിലില്ല. ഒരുമാതിരി തോന്നിയാൽ മറ്റേ ഇതൊക്കെ പണ്ടൊക്കെ കിട്ടുന്ന സാധനം അടിപൊളി കേട്ടോ. ഇതൊക്കെ എന്ത് തേങ്ങത്തെ സാധനം. പിന്നെ നമുക്കൊരു എന്തിന് A32 ഒരു സ്കിന്ന് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല, കാണാൻ രസമുണ്ട്, നല്ലൊരു സ്കിന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് 90 പിന്നെ ഫ്രീ ആയിട്ടുള്ളവർക്ക് പിന്നെ ഒന്നും കിട്ടാനില്ല. പിന്നെ 100-100 ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന RP ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് RP ഔട്ട്ഫിറ്റ്, 100 RP ഔട്ട്ഫിറ്റ്. ഞാൻ അത് ജെൻസ് ആയതുകൊണ്ട് കേട്ടോ. ഇത് കുഴപ്പമില്ല ഔട്ട്ഫിറ്റ്. അവിടെ ഇവിടേക്ക് കുറെ കീരകളും ഇതൊക്കെ ആക്കി വെച്ചേക്കാണ്. കുറച്ച് വെച്ച് പിടിപ്പിച്ചാൽ മതി ഔട്ട്ഫിറ്റ്. സിമ്പിളായിട്ടുള്ള ഔട്ട്ഫിറ്റ് കൊണ്ടുവന്നത്. എന്തിന് ഇവർ ഇത്രയൊക്കെ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ നല്ലതിൻ്റെയൊക്കെ തന്നൂടെ, ഇത്രയൊക്കെ അതും തരില്ല. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ വീഡിയോ. ഇതാണ് നമുക്ക് തന്നെ അടുത്ത് വരാൻ പോകുന്നത് RP റിവാർഡുകളൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല RP റിവാർഡുകളൊന്നും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. 500 സബ്സ്ക്രൈബ് വരാൻ ടാർഗറ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക.